ഹലോ ലാമി, തിരക്കിലാണോ? അല്ല പറാശി. ഞാൻ ഇന്നലെ രാത്രി തന്നോട് ഇഷ്ടമാണ് നമുക്ക് കല്യാണം കഴിക്കല് വെച്ചില്ലേനു. അതെ, സത്യം പറഞ്ഞ മെസ്സേജ് മാറിയതാണ്. ഞാൻ ലാമ്യ യുക്ക് അയച്ച, നീ പി അല്ലേ? നീ സീരിയസ് ആക്കി എടുത്തിട്ടൊന്നുമില്ലല്ലോ. ഈ എന്താ വിചാരിച്ച ഞങ്ങളെ പെണ്ണുങ്ങളെ ഞങ്ങൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്നോ? ഞാനതൊക്കെ തമാശ രീതിയിൽ എടുത്തിട്ടുള്ളൂ. ആ എന്നാ ശരിയടാ. ഞാൻ ഇന്നലെ ആ രാത്രി മെസ്സേജ് മാറിയത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഫുള്ള് ചിരിച്ചെന്നെ രാത്രി. അല്ല എന്തിനെ കാണണം പറഞ്ഞേ? പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചു. അത് മാത്രല്ല, ഞങ്ങളൊരു ഡ്രസ്സിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുണ്ടായിരുന്നു. അപ്പേ നല്ല വില കുറവിന് ഡ്രസ്സ് ഇടുന്ന കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ സൂറത്തുള്ള അജ്മീറ ഫാഷൻ പോയിക്കോ, അവിടെ നല്ല വില കുറവില്ല എനിക്ക് ഡ്രസ്സൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ ഫൈനലി നമ്മളെ സൂറത്തിലെ അജ്മീറ ഫാഷനിലെത്തി. അപ്പൊ നമുക്ക് ഇവിടുത്തെ കളക്ഷൻ ഒക്കെ ഒന്ന് കണ്ടാലോ? പ്രിന്റഡ് സാരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെറും 99 രൂപ മുതൽ, കാറ്റലോഗ് സാരീസ് ഒക്കെ 120 മുതൽ, ഡൈ വർക്ക് സാരീസ് ഒക്കെ 150 മുതൽ, ഡിസൈനർ സാരി ആയിക്കോട്ടെ 600 മുതൽ, കോട്ടൺ സാരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 102 മുതൽ, സിൽക്ക് സാരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെറും 800 രൂപ. ഇനി കുർത്തീസ് ആയിക്കോട്ടെ 79 മുതൽ, പാകിസ്ഥാൻ സൂട്ട് ഒക്കെ 299 മുതൽ. പിന്നെ കുട്ടികളുടെ പാകിസ്ഥാൻ സൂട്ട് അവൈലബിൾ ആണ്. ബ്രൈഡൽ റെന്റിന്റെ ഷോപ്പ് ഒക്കെ സ്റ്റാർട്ട് നേരെ ഇവിടെ വിട്ടോളി വെറും 1300 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. വെസ്റ്റേൺ വേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 64 രൂപ മുതൽ. ഇനി മെൻസിന്റെ വെഡിങ് ഡ്രസ് ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 500 രൂപ മുതൽ. മെൻസിന്റെ ഡ്രസ് ആയിക്കോട്ടെ വെറും 26 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ കാണുന്ന ഷർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 150 മുതൽ. ഇനി ടീഷർട്ട് ആയിക്കോട്ടെ വെറും 50 രൂപ മുതൽ, ജീൻസ് ആയിക്കോട്ടെ 200 രൂപ മുതൽ, ബെഡ്ഷീറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 130 രൂപ മുതൽ, അതുപോലെ തന്നെ കർട്ടൻസ് ഒക്കെ 115 മുതൽ. അപ്പൊ ഇനി ബിസിനസ്സും കാര്യങ്ങളും നോക്കുന്നവർക്ക് എന്തുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഞാൻ അവരെ താഴെ വരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്റെ പെണ്ണിനുള്ള കല്യാണ ഡ്രസ് വേറെ എടുക്കണ്ട കേട്ടോ. എന്റെ അറിവിലേ ഇന്നലെ എടുത്ത പുതിയ ഒന്നുണ്ട്. അത് പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം തുടങ്ങിയതാ.